ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ജെയ്മെയിൻ 2026 ആദ്യത്തെ സെഷൻ കഴിഞ്ഞു. അതിൻ്റെ സ്കോറും പെർസെൻറ്റേജും ഒക്കെ നമുക്ക് കിട്ടി. ഇപ്പോൾ കൃത്യമായിട്ട് ആദ്യത്തെ സെഷനിലെ നമ്മുടെ പെർഫോമൻസ് നമുക്ക് ഇപ്പോൾ അനലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ലെവലിലാണ്. അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് നമ്മുടെ സെക്കൻഡ് സെഷനിലേക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത്, സീരിയസ് ആയിട്ട് ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് ആദ്യത്തെ സെഷനിലേക്കാണ്. ആദ്യത്തെ സെഷൻ കൊണ്ട് ജെഇക്ക് നല്ല രീതിയിൽ നല്ലൊരു പെർസെൻറ്റേജ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബാക്കപ്പായിട്ട് ഒരു പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾക്ക് ആക്ട് ചെയ്യും. അപ്പോൾ അതിനുശേഷം ചില ആൾക്കാർക്ക് വേണമെങ്കിൽ ഇനി അഡ്വാൻസിലേക്കുള്ള പ്രിപ്പറേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ ബോർഡ് എക്സാമിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യത്തെ സെഷനിൽ തന്നെയാണ് കൂടുതൽ ആൾക്കാരും ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞു. പക്ഷേ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട സാറേ, കൂടുതലും ആൾക്കാരും പറയുന്നത് ഫസ്റ്റ് സെഷനിൽ കിട്ടുന്ന റിസൾട്ട് ആണ് നല്ലത്, അതിൽ നിന്ന് സെക്കൻഡിലേക്ക് വരുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് കുറവാന്നൊക്കെ ചിലത് പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്, ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടിയ റിസൾട്ട് കിട്ടിയവരും കാണും, കുറഞ്ഞ റിസൾട്ട് കിട്ടിയവരും കാണും. അപ്പോൾ കുറഞ്ഞ റിസൾട്ട് കിട്ടിയവർ മനസ്സിലാക്കുക, ചിലപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിലുള്ള കുറവ് മൂലമാണ് തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കുറഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അടുത്ത സെഷനിൽ നമുക്ക് 80 എന്നുള്ളത് 99ഉം 98ഉം ഒക്കെ ആക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ കുറേ അധികം ആൾക്കാരെ കഴിഞ്ഞ വർഷങ്ങളിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ഷിഫ്റ്റിൽ പ്രിപ്പയർ ചെയ്യാൻ. സ്വാഭാവികമായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ കൂടുതൽ ആൾക്കാർക്കും ഫസ്റ്റ് സെഷനിലും സ്കോർ കൂടുതലായിരിക്കും. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കേണ്ടത്, കൂടുതൽ ആൾക്കാരും കൂടുതൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഫസ്റ്റിലേക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവർ ഫസ്റ്റിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. അതിൽ ചിലപ്പോൾ ഫസ്റ്റിന്റെ അത്രയും സീരിയസ് ആയിരിക്കണമെന്നില്ല, അതുകൊണ്ടായിരിക്കും ജനറലി സ്കോർ താഴേക്ക് പോകുന്നത്. അതേപോലെ എനിക്ക് തോന്നുന്നു കണക്ക് പറയുന്നത് ഒരു 40% റിസൾട്ട് സെക്കൻഡ് സെഷനിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന പറയുന്നത്. ഒരു ഏകദേശം ഒരു 40% സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ വർഷങ്ങളിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് റിസൾട്ട് സെക്കൻഡ് സെഷനിൽ ഇമ്പ്രൂവ് ചെയ്ത്. അപ്പോൾ അതിന്റെ കാരണം സാറ് പറഞ്ഞതുപോലെ ആദ്യം ഒരു 99 ഒക്കെ കിട്ടിയ ആൾക്കാർ ജെഇ അഡ്വാൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അടുത്ത എക്സാം അത്ര സീരിയസ് ആയിട്ട് കാണാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ജനറലി നമ്മൾ പലപ്പോഴും സെക്കൻഡ് സെഷനിലെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ചിലപ്പോൾ ഫസ്റ്റ് സെഷനേക്കാളുമൊക്കെ മുകളിലേക്ക് പോകുന്നത് കാണാറുണ്ട്. പക്ഷെ അതും പലപ്പോഴും ഡിഫിക്കൽട്ടി ലെവൽ സബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് കൃത്യമായിട്ടൊരു കണക്ക് നമ്മൾ പറയുന്നില്ല. എന്നാലും അപ്പോൾ എങ്ങനെ നമുക്ക് ഫസ്റ്റ് സെഷനും സെക്കൻഡ് സെഷനും ഇടയ്ക്കുള്ള ഒരു സമയത്ത് എങ്ങനെയൊക്കെ നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാം? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു ഒരു എക്സാമിന്റെ ട്രെൻഡ് മനസ്സിലായി കഴിഞ്ഞു, ഒരു അപ്പർ ഹാൻഡ് ആണ്. അതെ. സെക്കൻഡ് സെഷനിലേക്ക് പോകുമ്പോൾ റിസൾട്ട് കുറഞ്ഞ ആൾക്കാർക്ക് നമ്മുടെ മുന്നിൽ ഫസ്റ്റ് സെഷന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ട്, ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അടുത്തതിൽ പ്രിപ്പയർ ചെയ്യാം. ഡിഫിക്കൽട്ടി ലെവൽ അല്പം കൂടെ കൂടുമെന്ന് വിചാരിക്കാം. അത് വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതാണ് നമുക്കൊരു അഡ്വാൻറ്റേജ്. വെയിറ്റേജ് നമുക്ക് മനസ്സിലാകും. പിന്നെ ജെഇയുടെ ഒരു പ്രത്യേകത, ഒരു സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഷിഫ്റ്റിൽ നമുക്കാകെ 25 ക്വസ്റ്റനേ ഉള്ളൂ. അപ്പോൾ ജെഇയുടെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് ഫിസിക്സിൻ്റെ കേസിൽ നമ്മൾ നോക്കിയാൽ അല്ലെങ്കിൽ മുഴുവനായിട്ട് നോക്കുമ്പോൾ തന്നെ 99% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 99% എന്ന് പറഞ്ഞാൽ നമുക്ക് 99% മാർക്ക് വേണമെന്നല്ല. നമ്മൾ എക്സാം എഴുതുന്ന 99% ആൾക്കാരെക്കാളും മുന്നിലാണ് നമ്മുടെ സ്കോർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 99% ആകെ സ്കോർ കിട്ടാനായിട്ട് നമുക്ക് 300 ചിലപ്പോൾ വേണ്ടത് അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് മാറാമെങ്കിലും ഒരു 180 to 200 ഒക്കെയാണ് സാധാരണ ഒരു 150, 140 പോകാറുണ്ട് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുമ്പോൾ. അപ്പോൾ ഫിസിക്സിനായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു 60 to 70 എന്ന് പറയുന്ന ഒരു സ്കോർ എന്ന് പറയുമ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. 60 എന്ന് പറയുമ്പോൾ 15 ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്തു, നെഗറ്റീവ് മാർക്കിങ്സ് ഇല്ലാതെ നമ്മളൊരു 15 ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്താൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് അവിടെ തീരുമാനിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല 99% കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി ആണ് തോന്നി അത് വെച്ചുകൊണ്ട് സമയം കളയാതെ നമുക്കത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം തിരിച്ചു വരാം. അതായത് എപ്പോഴും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഉള്ളപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ എത്ര നന്ന ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് കറക്റ്റ് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് പിക്ക് ചെയ്തെടുക്കുക. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ പാനിക് ആവാതെ മറ്റുള്ള അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അതിനകത്തുനിന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ എഴുതുന്നത്.
അപ്പോൾ നമ്മളിനി വെയിറ്റേജ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 25 ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഒരേ വെയിറ്റേജ് വരാനുള്ള സാധ്യത, എല്ലാ ഭാഗത്തു നിന്നും ചിലപ്പോൾ 2 ക്വസ്റ്റൻസ് എല്ലാ ചാപ്റ്റേഴ്സിനും ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ 45 ക്വസ്റ്റൻ, ഇപ്പോൾ നീറ്റൊക്കെ പോലെ 45 ക്വസ്റ്റൻ ഉള്ളതൊക്കെ ആണെങ്കിൽ എല്ലാ ചാപ്റ്ററിനകത്തു നിന്നും 1-2 ക്വസ്റ്റൻ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ JEE സംബന്ധിച്ചിടത്തോളം ചില ഭാഗത്തുനിന്ന് കൂടുതൽ ക്വസ്റ്റൻസ് ചോദിച്ചാലേ പറ്റൂ. ആൻഡ് ഇഫ് യു അനലൈസ് ദി പാറ്റേൺ ഓഫ് ദി ക്വസ്റ്റൻസ് ദാറ്റ് വേർ ആസ്ക്ഡ് ഇൻ ദി പ്രീവിയസ് സെഷൻ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അതിനകത്ത് നിന്നുള്ള ഒരു ഏകദേശ വെയിറ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു വെയിറ്റേജ് ആണ് പറയുന്നത്. ഇപ്പോൾ പല ഷിഫ്റ്റുകൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ചിലപ്പം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രോബബിലിറ്റി അനുസരിച്ചല്ലേ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച പോർഷൻസ് ഒന്ന് നോക്കുവാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സും കറണ്ട് ഇലക്ട്രിസിറ്റി ഭാഗത്തു നിന്ന് ഏകദേശം വളരെ അധികം, രണ്ടും കൂടെ ചേർത്തിട്ട് ഏകദേശം 10-30 കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിനും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ എല്ലാ ഷിഫ്റ്റിലും കൂടെ ഏകദേശം വരുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ചില വേരിയേഷൻസ് ഉണ്ടാവും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് കറണ്ട് ഇലക്ട്രിസിറ്റി 25 ക്വസ്റ്റ്യൻസും കറണ്ട് ഇലക്ട്രിസിറ്റി 20 ക്വസ്റ്റ്യൻസ് അബോവ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ റയോപ്റ്റിക്സ് ചെയ്യുന്ന 20 ക്വസ്റ്റ്യൻസ് അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു മറ്റേതെന്ന് പറയുമ്പോൾ 2 ചാപ്റ്റർ ചേർന്നിട്ടാണ് ഇത്രയും വന്നേക്കുന്നത്. റയോപ്റ്റിക്സിനകത്ത് സിംഗിൾ ചാപ്റ്ററിന് 20 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. പിന്നെ 11+5 ഏകദേശം ഒരു 16 അടുത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഇയർ പോർഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ, കൂടുതൽ പ്രതീക്ഷിക്കുന്ന പോലെ. പിന്നെ ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുവാണെങ്കിൽ 8, ഡ്യുവൽ നേച്ചർ ഏകദേശം 7 ക്വസ്റ്റ്യൻസ്, പിന്നെ ആറ്റംസ് 5 ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്കറിയാം ആറ്റംസ്, ന്യൂക്ലിയർ, ഡ്യുവൽ നേച്ചർ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ്, ചെറിയ പോർഷൻസ് ആണ്. അപ്പോൾ വെയിറ്റേജ് അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് കാണുന്നു. പിന്നെ അതുപോലെ കുഞ്ഞു ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എല്ലാ സെഷനിലൂടെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും കുറച്ചുകൂടെ എഫിഷ്യന്റ് ആണ്. ചെറിയ ചാപ്റ്റർ, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആണെങ്കിലും ചെറിയ ചാപ്റ്റർ ആണ്, ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അത് നോക്കും. പിന്നെ കണ്ട ഒരു ക്വസ്റ്റ്യൻ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് നമ്മൾ നോക്കിയതിൽ വളരെ കുറവാണ് കണ്ടത്. 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് ഇസ് അപ് ടു യു. പക്ഷേ അടുത്ത പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതേപോലെ ഇൻഡക്ഷൻ അത് ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അഥവാ നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ ചില ചാപ്റ്റേഴ്സും വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെയിറ്റേജ് അനുസരിച്ച് വേണമെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്തിട്ട് ആ സമയം ഉണ്ടെങ്കിൽ അവസാനത്തിനൊക്കെ വേണമെങ്കിൽ മാറ്റി വെക്കാം. പക്ഷെ നമ്മുടെ അഡ്വൈസ് എന്ന് പറയുന്ന എല്ലാ ചാപ്റ്ററിനെ കുറിച്ചും ബേസിക്കലി ഉള്ള ഒരു ഐഡിയ. അതെ, ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്കൊരു ചാപ്റ്റർ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും ബേസ് ലെവലുള്ളൊരു ക്വസ്റ്റ്യൻസ്, ഒരു ഡിഫിക്കൽറ്റി ലെവൽ ഒരു 50% താഴെ ഡിഫിക്കൽറ്റി ലെവലുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ അപ്പോൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ബേസിക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ റൊട്ടേഷണൽ മോഷനിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ഏകദേശം 18 ക്വസ്റ്റ്യൻസ് അടുത്തുണ്ട്. പിന്നെ അതുപോലെ സെൻട്രോമാസ്, കൺസിഡറേഷൻ ഓഫ് മൊമെന്റം 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ റൊട്ടേഷൻ സെൻട്രോമാസിന്റെ കൂടുതൽ സെൻട്രോമാസ് റൊട്ടേഷനകത്താണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 10-20 ക്വസ്റ്റ്യൻസ് അടുത്ത് റൊട്ടേഷനിൽ നിന്ന് ചോദിച്ചു. പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ തെർമൽ ഫിസിക്സ്, അതായത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി, ഈ 3 അതായത് ഏറ്റവും വലിപ്പമുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജും ഉണ്ട്. എല്ലാം കൂടെ ഏകദേശം 20 മുകളിൽ ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് ഇയറിൽ സെമി കണ്ടക്ടേഴ്സ് വിട്ടുപോയി. സെമി കണ്ടക്ടേഴ്സിൽ ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സിംഗിൾ ചാപ്റ്റർ ആണ്. സെമി കണ്ടക്ടേഴ്സിന്റെ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു, സൈസ് ഒരുപാട് കുറഞ്ഞു, പക്ഷേ ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് കുറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒക്കെ ക്ലിയർ ആക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ നമ്മളെല്ലായ്പ്പോഴും പറഞ്ഞ പോലെ ഏകദേശം 10 ക്വസ്റ്റ്യൻ 9 ക്വസ്റ്റ്യൻ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം പല ചാപ്റ്ററിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് ചിലപ്പം ചോദിക്കാം. പക്ഷേ അത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരുന്ന ചാപ്റ്ററാണ്. പിന്നെ അതിൻ്റെ കൂടുതൽ എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൽ നിന്ന് കൂടുതലും സ്ക്രൂ ഗേജ്, വെർനിയർ കാലിപ്പറൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ്റെ കൂടുതലൊക്കെ പഠിക്കുന്ന പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ നിന്നും നല്ല പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സാറേ നമ്മൾ ലോസ് ഓഫ് മോഷൻ വർക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ലോസ് ഓഫ് മോഷൻ ഏകദേശം 10 ക്വസ്റ്റ്യൻസ് എടുത്തുണ്ട്. വർക്ക് എനർജി പവർ ഏകദേശം 6 ക്വസ്റ്റ്യൻസ്. പിന്നെ വേവ്സ് ഏകദേശം 8 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ അടുത്താണ് ചോദിച്ചിരിക്കുന്നത്. ഓസിലേഷൻ ഏകദേശം സെയിം ആണ്, 8 ക്വസ്റ്റ്യൻസ് അടുത്തുണ്ട്. പിന്നെ 1 ഡയമെൻഷനിൽ നിന്ന് 4-5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 2 ഡയമെൻഷനിൽ നിന്ന് ഏകദേശം 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗ്രാവിറ്റേഷനിൽ നിന്ന് 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം വെയിറ്റേജ് എല്ലാം ഏകദേശം സെയിം ആണ്. പിന്നെ വേവ് ഒപ്റ്റിക്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേവ് ഒപ്റ്റിക്സ് നമുക്ക് ചെറിയ ചാപ്റ്ററാണ്, 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം വെയിറ്റേജ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച പോർഷനിൽ നിന്ന് അടുത്ത ഷിഫ്റ്റിനും സാധാരണഗതിയിൽ പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏകദേശം സെയിം ആയിട്ടാണ് കാണുന്നത്.
അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് prepare ചെയ്യാം. നമ്മളെപ്പോഴും ജെയ്മെയിൻ്റെ കേസിൽ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് നമ്മൾ എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. കാരണം NTA തന്നെ നമുക്ക് ഓരോ വർഷവും നൂറുകണക്കിന് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, ഓരോ സെഷൻ, 2 ഡിഫറെന്റ് സെഷൻസ് ഒക്കെ ആയിട്ട്. ഏകദേശം അത് തന്നെ നമ്മൾ ഷിഫ്റ്റുകളുണ്ട്. അതെ, അത് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് 2026 ജെയുടെ ജാനുവരി സെഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ എല്ലാം ഡിസ്കഷൻ വീഡിയോസ് നിങ്ങൾക്ക് ബ്രില്യൻറ്റിൽ നിന്ന് തന്നെ അതിൻ്റെ ഡിസ്കഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ നോക്കുക. നമ്മൾ ആ ഒരു ആദ്യത്തെ സെഷൻ നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉണ്ടായിരുന്ന നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ്റെ ലെവൽ ഒരിക്കലും സ്ലാക്ക് ആവാതെ ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകും. ഒരിക്കലും അങ്ങ് വിട്ട് കളയരുത്, ആ പിടി വിട്ട് കളയരുത്. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, അത് ചിലപ്പോൾ ഓൾറെഡി ചെയ്തതായിരിക്കാം. ഈ വർഷത്തെ ഷിഫ്റ്റിലെ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു. അവർ കാൽക്കുലേഷൻസ് ഒക്കെ അല്പം ലെങ്തി ആക്കാൻ വേണ്ടി, മനഃപൂർവ്വം ലെങ്തി ആക്കാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ഇട്ട പോലെ അതൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആൻസറിലേക്ക് കാൽക്കുലേഷൻസ് വരെ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു ആള് പറഞ്ഞത്, നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, പക്ഷേ ഈ ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെസിമൽ പോയിന്റ് അല്പം വ്യത്യാസം വന്നതുകൊണ്ട് 4-5 ക്വസ്റ്റ്യൻസ് ആൻസർ തെറ്റിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഫൈനൽ ആൻസർ കറക്റ്റ് എത്തിച്ചിട്ട് മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുള്ളൂ. അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളാം. പ്രത്യേകിച്ച് ലാസ്റ്റ് ലെവൽ ഓഫ് പ്രിപ്പറേഷനിൽ അത് എന്തായാലും ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോഴും അത് നിങ്ങൾ എക്സാമിന് ഇരിക്കുകയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ നിങ്ങൾ ചെയ്യുക. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ അപ്രോച്ച് ചെയ്യുക, ഫൈനൽ ആൻസർ വരെ അതിനെ എത്തിക്കുക. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചെല്ലുമ്പോഴും നിങ്ങൾക്കത് ഏതൊരു ദിവസവും പോലെ തന്നെയാണ് തോന്നുക. ഇതിനു മുമ്പ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ ഇന്നും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ സ്ട്രെസ് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബ്രില്യൻറ്റിൽ കുറേ അധികം മോഡൽ എക്സാമുകൾ തീർച്ചയായിട്ടും ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ആ മോഡൽ എക്സാമുകൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യുക. മാർക്ക് ചിലപ്പം അല്പം കുറയാൻ കൂടാൻ നമ്മളത് കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞതുപോലെ എക്സാം ടഫ് ആണെങ്കിൽ നമ്മൾ വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ഫൈനൽ എക്സാമിൽ ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ എക്സാമിൽ സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഫൈനൽ എക്സാമിന് എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് ഇപ്പം ട്രയൽ ആൻഡ് എറർ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കണം. ഏത് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഡൽ എക്സാമുകൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഫൈനൽ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ കുറവുകളും നമ്മുടെ മേന്മയും എല്ലാം നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ മുൻപോട്ട് പോവുക. കാരണം നമുക്ക് മാർക്ക് കുറഞ്ഞ ആൾക്കാർ അത് വെച്ചിട്ട് കുറച്ചുകൂടെ കൂടുതൽ പഠിക്കണം. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന പോർഷൻസ് ഒന്നുകൂടെ തറവാക്കണം. അപ്പോൾ അത് വെച്ചിട്ട് അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം അടുത്ത ഷിഫ്റ്റിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ അത് വിശ്വസിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. ബ്രില്യൻറ്റിൽ നിന്ന് എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ട്. എക്സാമിൻ്റെ പാർട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കേണ്ട കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്കൊരു മെൻറ്റേഴ്സ് ഉണ്ട്, ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്, നല്ല ഡയറക്ടേഴ്സ് നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മുൻപോട്ട് പോവുക. ധൈര്യമായിട്ട് അടുത്ത ഷിഫ്റ്റ് എഴുതുക. മോർ ദാൻ 99% ഷുവർ ആണെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.